ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ആ സെക്ഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായില്ല. അത് റെക്കോർഡിങ് സ്റ്റോപ്പായി. അതുകൊണ്ട് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡിസ്കസ് ചെയ്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനും അതുപോലെ പെർഫോമിംഗ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റാണ് ഞാൻ എന്ത് ചെയ്തത് പറഞ്ഞത്. അതിലെന്താ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത് മെക്കാനിസം ഓഫ് റിക്കവറി. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ആ വീഡിയോയിൽ. സോ അത് ഈ വീഡിയോയിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് പെർഫോമിംഗ് അസറ്റ്, നോൺ പെർഫോമിംഗ് അസറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ചാനലിൽ കയറി ഇതിന് മുമ്പത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അതൊന്നും ഇനി പറഞ്ഞ് വീഡിയോ ലെങ്ത് ആകുന്നില്ല. അപ്പോൾ നമുക്കറിയാം മെക്കാനിസം ഓഫ് റിക്കവറി നിങ്ങൾക്ക് അറിയില്ല അല്ലേ? മെക്കാനിസം ഓഫ് റിക്കവറി എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ഞാൻ പറഞ്ഞു, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 90 ഡേയ്സോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ പോകുന്നതിനെ നമുക്ക് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ടുള്ള ഒരു ലോണിനെയാണല്ലോ നമ്മൾ ഈ ബാങ്കിങ് കേസിൽ അസറ്റ് എന്ന് പറയണത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ റിക്കവർ ചെയ്യും? ഇത് റിക്കവർ ചെയ്യാനുള്ള മെത്തേഡ്സുകൾ, അതായത് മെക്കാനിസം എന്താണ്? അപ്പോൾ നോക്കാം. നോൺ പെർഫോമിംഗ് അസറ്റ് റിഡക്ഷൻ ഇൻ നോൺ പെർഫോമിംഗ് അസറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഫോർ ദി ഗവൺമെൻറ്റിന് അതൊരു ടാസ്ക്കാണ്, ഇത്തിരി സീനാണ്. The government of India has taken certain steps for reducing NPAs of Indian banking sector. ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ എന്താ NPAs കുറക്കണം. ബാങ്കിങ്ങിന് വേണ്ടത് എന്താ? പെർഫോമിംഗ് അസറ്റുകളാണ്, നോൺ പെർഫോമിംഗ് അസറ്റുകളല്ല. അതാണ് മനസ്സിലാക്കേണ്ടത് ഈ പോയിന്റിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്തു? കുറച്ച് മെഷേഴ്സ് എടുത്തു. എന്തിനു വേണ്ടി? NPAs കൺട്രോൾ ചെയ്യാനും അതുപോലെ അത് റിഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട്, അക്കോർഡിംഗ് വിത്ത് ദ റെക്കമെൻഡേഷൻ ഓഫ് ദി RBIയുടെ റെക്കമെൻഡേഷൻ. അപ്പോൾ ഇതൊക്കെ എന്താ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതുപോലെ ലൈൻസ് കൊടുത്തൂടെ? സിമ്പിളല്ലേ? നിങ്ങളുടേതായ രീതിയിൽ കൊടുക്കാം. അപ്പോൾ മെഷേഴ്സ് എന്ന് പറയുന്നത് 2 മെഷേഴ്സുകളാണുള്ളത്. ഒന്ന് പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 റിക്കവറി മെക്കാനിസം എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ ഇവിടെ ഉണ്ട്. 2 രീതിയിലാണ് റിക്കവറി മെക്കാനിസംസ് ഉള്ളത്. ഒന്ന് പ്രിവെൻറ്റീവ് മാനേജ്മെൻറ്റ്. അതിനുവേണ്ടി നമുക്ക് 2 സ്റ്റെപ്പുകൾ എടുക്കണം. ഒന്നാം സ്റ്റെപ്പ് എന്താ? പ്രിവെൻറ്റീവ് മാനേജ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ക്യൂറേറ്റീവ് മാനേജ്മെൻറ്റ്. അപ്പോൾ പ്രിവെൻറ്റീവ് മാനേജ്മെൻറ്റിൽ തന്നെ കുറേ സബ്സെക്ഷൻസ് പറയുന്നുണ്ട്. പ്രിവെൻറ്റീവ് മെഷേഴ്സ്, പ്രിവെൻറ്റീവ് മാനേജ്മെൻറ്റ്, പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഓക്കെ, 2 മെഷേഴ്സ്. അതിൽ ഒരെണ്ണമാണ് പ്രിവെൻറ്റീവ് മാനേജ്മെൻറ്റ്. മറ്റൊരു മെഷർ എന്താണ്? ക്യൂറേറ്റീവ് മാനേജ്മെൻറ്റ്. പ്രിവെൻറ്റീവ് മാനേജ്മെൻറ്റ്, ക്യൂറേറ്റീവ് മാനേജ്മെൻറ്റ്. അപ്പോൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആർ ടു പ്രിവെൻറ്റ് ദി അസറ്റ് ഫ്രം ബിക്കം എ നോൺ പെർഫോമിംഗ് അസറ്റ്. പ്രിവെൻറ്റീവ് മാനേജ്മെൻറ്റ് അഥവാ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നോൺ പെർഫോമിംഗ് അസറ്റ് ആകാതിരിക്കാനാണ് നോക്കുന്നത്. അസറ്റ്സ് എന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റ് ആകാതിരിക്കാൻ പ്രിവെൻ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പോൾ എന്തൊക്കെയാണ് പ്രിവെൻറ്റീവ് മാനേജ്മെൻറ്റിൽ പറയുന്ന പോയിൻറ്റ്സ് എന്ന് നോക്കാം. റീഡിസൈനിങ് അൺപെയ്ഡ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്. The bank should make an effort to redesign the loan repayment schedule for those borrowers who are unable to repay by reducing the amount of installment. അതായത് ഒന്നുമില്ല, അതായത് ചില ഈ ബോറോവേഴ്സിന് എന്താ ചിലപ്പോൾ പേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് റീഡിസൈൻ ചെയ്ത് കൊടുക്കും. അവരുടെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് എന്താവും? കുറയ്ക്കും. ആ ചെറിയൊരു തുകയാക്കി മാറ്റും. എന്നിട്ട് അവരുടെ എന്ത് ചെയ്യും? ആ പീരീഡല്ലേ, റീപേയ്മെൻറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ബാങ്ക് ക്യാൻ റിക്കവർ ദ മാക്സിമം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിനുള്ളിൽ എന്താണ്? ബോറോവേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ലോൺസ് എന്ത് ചെയ്യാം? റിക്കവർ ചെയ്തെടുക്കാം. ബാങ്ക്സ് ബോറോവേഴ്സിൻ്റെ ലോൺ മാക്സിമം റിക്കവർ ചെയ്തെടുക്കും. ഇതെന്താണ്? കൺവിൻസിങ് ആണ്. കൺവിൻസിങ് സ്റ്റാർ എന്ന് കേട്ടിട്ടില്ലേ? ബാങ്ക് കൺവിൻസ് ചെയ്യുമാറുന്ന ബോറോവേഴ്സിന്, എന്നിട്ട് എങ്ങനെയും ഇതാക്കും. ഓക്കെ, ഇതൊക്കെ എഴുതി വെക്കാട്ടോ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് നോ യുവർ ക്ലയൻറ്റ്. ഇവിടെ KYC, അതായത് എന്താ? നോ യുവർ കസ്റ്റമർ എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യാൻ നോക്കിയാലും ഇപ്പോൾ KYC ചെയ്യണം. അല്ലെ PayTM ചെയ്യണമെങ്കിൽ എന്താ? KYC കംപ്ലീറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ KYC കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ എന്താ? നിർബന്ധമായിട്ടും KYC ചെയ്യണം. ഈ KYCയിലൂടെ നമ്മൾ അവരുടെ സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ അനാലിസിസ് ചെയ്ത് അവർക്ക് അതിന് തിരിച്ചടക്കാനുള്ള കെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രം ലോൺ കൊടുക്കുക. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വായിക്കുന്നില്ല, ഇതൊക്കെ തന്നെയാണ് സംഭവം. ഇനി ക്രെഡിറ്റ് അസസ്മെൻറ്റ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് മെക്കാനിസം.
സംഭവം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇതും ക്രെഡിറ്റ് അസസ്മെൻറ്റ് അവരുടെ ക്രെഡിബിലിറ്റി, അതായത് അവർക്ക് തിരിച്ചു തരാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുപോലെ റിസ്ക് അവർക്ക് അതിൽ മാനേജ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, സാങ്ഷൻ ചെയ്യാൻ. ഓക്കെ, തന്നെ പറയണത് റീഹാബിലിറ്റേഷൻ പാക്കേജ് RBI ഗൈഡ്ലൈൻസ് പ്രകാരം ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഫോർ സച്ച് സിക്ക് യൂണിറ്റ്സ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാലുണ്ടല്ലോ, സിക്ക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വല്ല കമ്പനികൾക്കൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്നായിരിക്കും ഒരു ഫയർ ഇൻഷുറൻസ് ഒക്കെ വന്നത്. അവർക്ക് അപ്പോൾ ലോൺ ഉണ്ടെങ്കിൽ ആ ടൈമിൽ എന്തായിരിക്കും, ലോൺ റീപേ ചെയ്യാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സിക്ക് യൂണിറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബാങ്ക് എന്ത് ചെയ്യും, നോർമലി മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിലാണ് ഇത് വരാറ്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ഇവർ ചെയ്യണ കാര്യം എന്താ, ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോൺ റീപേയ്മെൻറ്റ് കുറക്കും, അല്ലെങ്കിൽ കുറച്ച് ആളുടെ അടുത്ത് ഇവരുടെ അടുത്ത് തരണ്ടെന്ന് പറയും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, വർക്കിംഗ് ക്യാപിറ്റലിൽ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ എന്താ, ഡേ ടു ഡേ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ടാണ്. അപ്പോൾ ഇതൊന്നും ഇല്ല കേട്ടോ, അപ്പോൾ മനസ്സിലാൻ വേണ്ടി പറയണം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് എക്സ്ട്രാ ബാങ്ക് അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യുക, ബിസിനസ് റൺ ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് എന്ത് ചെയ്യടാ, ഈ ലോണ് റീപേ ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്ത് പറ്റും, ഇത് നോൺ പെർഫോമിംഗ് അസറ്റ് ആവാത്ത രീതിയിലാവും. ഓക്കെ, അതാണ് മെയിൻലി പറയണത്. അപ്പം നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്താൽ, അല്ലെങ്കിൽ ഇത് തന്നെ പഠിച്ചിട്ട് പോവാം, ടൈം കുറവാണ്, അത് ഓർക്കണം. അടുത്തത് DICGC, അതായത് എന്താ, ഡെബിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, DICGC എന്ന് പറയും. ഇതും സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ എക്സ്പോർട്ട് കമ്പനികളുടെ എക്സ്പോർട്ട് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് ഈ DICGC പോലത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇത് ഇപ്പോൾ ഈ എക്സ്പോർട്ടേഴ്സിനൊക്കെ വലിയൊരു തുകയൊക്കെ ആയിരിക്കും ലോണായിട്ട് വേണ്ടി വരും അവരുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവർക്ക് ആരെങ്കിലുമൊക്കെ ഗ്യാരണ്ടി നിന്നാൽ ലോൺ കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ കോർപ്പറേഷൻ ഗ്യാരണ്ടി കൊടുക്കും. ഇവർ ഗ്യാരണ്ടി കൊടുത്താൽ എന്താ, ലോൺ വേഗം കിട്ടും. ഇൻ കേസ് അയാൾ ലോൺ അടച്ചില്ലെങ്കിൽ ഇവർ എത്ര രൂപയാണോ ഗ്യാരണ്ടി പറഞ്ഞത് അത് ആര് കൊടുത്തോളും, DICGC കൊടുത്തോളും. അപ്പോൾ എന്താ, നോൺ പെർഫോമിംഗ് അസറ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്, ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ്. ഓക്കെ, ഇത് ആര് സെറ്റിൽമെൻറ്റ് ചെയ്യും, DICGC. അവർ ഗ്യാരണ്ടി വച്ചത് മാത്രമേ സെറ്റിൽ ചെയ്യുള്ളൂ. എന്നാലും എന്താണ്, NPA ആവാനുള്ള ചാൻസ് കുറവുണ്ട്. ഓക്കെ, ഇനി CDR എന്ന് പറഞ്ഞാൽ എന്താ, കോർപ്പറേറ്റ് ഡെപ്റ്റ് കൺസ്ട്രക്റ്റിംഗ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്താ, CDR എനേബിൾ ചെയ്യുന്നത് കമ്പനീസ് ടു റീകൺസ്ട്രക്ട് ദെയർ ഡ്യൂസ് ആൻഡ് റിഡ്യൂസ് ദി ഇൻട്രൊഡക്ഷൻ. ഓക്കെ എടാ, അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഡെപ്റ്റും ഡ്യൂസും കാര്യങ്ങളൊക്കെ എന്താ, റീകൺസ്ട്രക്റ്റ് ചെയ്ത് തരും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളാണ് കോർപ്പറേറ്റ് ഡെപ്റ്റ് റീസ്ട്രക്ചറിങ്. എടാ, കുറച്ചും കൂടി സിമ്പിളായിട്ട് CDR പറയുകയാണെങ്കിൽ സംഭവം റീകൺസ്ട്രക്ചറാണ്. ഓക്കെ, റീകൺസ്ട്രക്ഷനിലെ തെറ്റി, റീസ്ട്രക്ചറാണ്. അതെന്താ, ഇവർക്ക് ചിലപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ കോവിഡ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ, കുറേ നാൾ പ്രൊഡക്ഷനൊക്കെ നിർത്തും. അപ്പോൾ കമ്പനികൾക്കൊക്കെ എന്താ, ചിലപ്പോൾ അവരുടെ റീപേയ്മെൻറ്റ് തിരിച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ CDR കോർപ്പറേറ്റ് ഡെപ്റ്റ് റീസ്ട്രക്ചറിങ് അവരെന്ത് ചെയ്യും, അവർ കുറച്ച് ബാങ്കുകളൊക്കെ ആയിട്ട് ചേർന്നിട്ട് ഇവരെന്ത് ചെയ്യും, കോർപ്പറേറ്റ് തന്നെ ഇവിടെ നോക്കാം, കോർപ്പറേറ്റ് ഡെപ്റ്റ് വിത്ത് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഇവർ ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയൊരു കുറച്ച് കൺസെഷൻസ് കൊടുത്തിട്ട് ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ കൺസെഷൻ കൊടുക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവർക്ക് എന്താ, കുറച്ചും കൂടി സമയം നീട്ടി കൊടുക്കും. അതിനെ തന്നെ പറയണതാണ് കോർപ്പറേറ്റ് ഡെപ്റ്റ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് ARC, അസറ്റ് റീകൺസ്ട്രക്ഷൻ. അതാണ് ഇത് തിരിഞ്ഞത്, റീസ്ട്രക്ചറിങ് റീകൺസ്ട്രക്ഷൻ തിരിയണ്ട. അപ്പോൾ ഇതാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ്, ARC എന്ന് പറയും. അപ്പോൾ ARC ആർ കമ്പനീസ്. ഈ ARC എന്ന് പറഞ്ഞാൽ എന്താ, അത് കുറച്ച് കമ്പനികൾസാണ്. ഇവരെന്ത് ചെയ്യും, ദാറ്റ് ബൈ ബാഡ് ലോൺസ്. ഇവരെന്ത് ചെയ്യും, ബാഡ് ലോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ബൈ ചെയ്യും ഫ്രം ബാങ്കുകളിൽ നിന്ന് ബൈ ചെയ്യും. ആൻഡ് ദെൻ ട്രൈ ടു റിക്കവർ മണി ഫ്രം ദി ബോറോവേഴ്സ്. അതായത് ഇവർ കുറച്ച് ഏജൻസി പോലത്തെ സംഭവമാണ്. കുറച്ച് കമ്പനീസ് എന്ത് ചെയ്യും, NPAകൾ ബാങ്കിൽ നിന്ന് ബൈ ചെയ്യും. എന്നിട്ട് ഇവരായിരിക്കും എന്ത് ചെയ്യുന്നത്, ബോറോവേഴ്സിലെ കടം മേടിച്ചവർ അവരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്നത്. എങ്ങനെ റിക്കവർ ചെയ്യും, ഒന്നെങ്കിൽ ആ ബോറോവേഴ്സിൻ്റെ പ്രോപ്പർട്ടി സെല്ല് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കും, റീസ്ട്രക്ചറിങ്ങിന് ഒരു അവസരം കൊടുക്കും. ലീഗൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നും വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലീഗൽ ആക്ഷൻസ് ആയിട്ട് മുന്നോട്ട് പോകും കാര്യങ്ങളാണ് പറയണത്.
അതായത് കോംപ്രമൈസ് ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കോംപ്രമൈസ് പ്രപ്പോസലൊക്കെ നമ്മൾ കൊടുത്ത റീസ്ട്രക്ചർ, പക്ഷെ അതൊന്നും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ലീഗൽ ആക്ഷൻസ് ആയിട്ട് മുന്നോട്ട് പോകും. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു, 2 മെഷേഴ്സ് ഉണ്ട്, പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉണ്ട്, ക്യൂറേറ്റീവ് മെഷേഴ്സ് ഉണ്ട്. ക്യൂറേറ്റീവ് മെഷേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ക്യൂറേറ്റീവ് മെഷേഴ്സ് ആർ ഡിസൈനഡ് ടു മാക്സിമൈസ് റിക്കവറി സോ ദാറ്റ് ദി ബാങ്ക് ഫണ്ട് ലോക്കഡ് അപ്പിന് ഓക്കെ. അതായത് മറ്റേത് എന്ന് പറയുന്നത് എന്താ, നോൺ പെർഫോമിങ് അസറ്റ് ആവാതിരിക്കാൻ ഉള്ള മെഷർമെൻറ്റ്സ് ആണ് എന്ത്, പ്രിവെൻറ്റീവ് മെഷേഴ്സ്. എന്നാൽ ക്യൂറേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ NPA ആയിട്ട് അതെങ്ങനെ മാക്സിമം റിക്കവർ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് കോംപ്രമൈസ് സെറ്റിൽമെൻറ്റ് സ്കീം. കോംപ്രമൈസ് സെറ്റിൽമെൻറ്റ് സ്കീമാണ്. അപ്പോൾ ഇത് സബ്സ്റ്റാൻഡേർഡ് അസറ്റിൽ, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റിലൊക്കെ വരും ഈ സ്കീം. എല്ലാ സെക്ടറും കവർ ചെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആസ് ഓൺ 31 മാർച്ച് 2008 ഒക്കെ നോക്കാമെന്ന് ഇതിലെങ്കിലും ഇതൊക്കെ ചെയ്താൽ ഓക്കെ. മെയിനായിട്ട് എന്താ, സെറ്റ് ചെയ്യുക, അത്ര തന്നെ, അത്ര മനസ്സിലാക്കിയാൽ മതി. ഇനി ലോക്ക് അഡലറ്റാസ്. ഓക്കെ, ലോക്ക് അഡലറ്റ്സ് ഇതെന്താ, ഇതെന്ന് പറഞ്ഞത് ഇവർ ഇപ്പോൾ അടയ്ക്കേണ്ട എമൗണ്ട് ഉണ്ടല്ലോ, അടയ്ക്കേണ്ട എമൗണ്ട് ഇവരെന്ത് ചെയ്യും? ഓക്കെ ഓക്കെ എടാ, ഈ ലോക്ക് അഡ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവർ ഏജൻസിയാണ്. ദേ ആർ വോളണ്ടറി ഏജൻസ് ക്രിയേറ്റഡ് ബൈ എ സ്റ്റേറ്റ് ഗവൺമെൻറ് ടു അസിസ്റ്റ് ഇൻ മാറ്റർ ഓഫ് ലോൺ കോംപ്രമൈസ്. ലോൺ കോംപ്രമൈസിൽ അസിസ്റ്റ് ചെയ്യേണ്ട ഈ വോളണ്ടറി ഏജൻസികളാണ് ലോക്ക് അഡ്ലറ്റ്സ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യും? അക്സെപ്റ്റബിൾ കോംപ്രമൈസിന് വർക്ക് ചെയ്യും. അതുപോലെ ഇഷ്യൂ എ റിക്കവറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവർ പറയും ഇവർക്കിപ്പോൾ ഒരു 5 ലക്ഷമാണ് ബാലൻസ് എമൗണ്ടിങ്, ഒരു 4 lakh കട്ട്, അങ്ങനെയൊക്കെ സെറ്റിൽ ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത് ആരാണ് ഇതാക്കിയത്, ക്രിയേറ്റ് ചെയ്ത സ്റ്റേറ്റ് ഗവൺമെൻറ്. അങ്ങനെ കുറച്ച് പോയിൻ്റൊക്കെ ഇതിൽ വെച്ചാൽ മതി, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. മെയിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോയിൻ്റ് എങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. ഈ പേരുകളെങ്കിലും പഠിച്ച് വെച്ചിട്ട് പോകാം. എന്നിട്ട് നിങ്ങൾക്ക് തോന്നണ പോലെ എഴുതി വെക്കാം. അങ്ങനെയല്ല, എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ എഴുതി വെച്ചാൽ മാർക്ക് കയറാം. ഇനി അതുപോലെ DRTs ഉണ്ട്, അതായത് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ഉണ്ട്. ഇതെന്താ, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ ആൻ ആക്ട് ഓഫ് പാർലമെൻ്റ് ആണ് 1993. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ദി റിക്കവറി ഓഫ് ഡെപ്റ്റ് ഡ്യൂ ടു ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പാസ്ഡ് ഒക്കെ കാര്യങ്ങളാണ്. ഇവിടെ സംഭവം എന്താണ് ഇതിൽ പറയുന്നത്, അതായത് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ന് പറയുന്നത്, ഈ സംഭവം ബാങ്കിന് കിട്ടാനുള്ള ക്യാഷുകൾ എന്താ, ട്രിബ്യൂണൽ വഴി, അതായത് കോർട്ട് വഴി മാക്സിമം റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് ഡെപ്റ്റ് റിക്കവർ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഇനി SRFAESI, ഇത് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. സംഭവമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. സീസ് ചെയ്തിട്ട് പോകില്ലേ, ലോൺ എടുക്കാത്തപ്പോൾ എന്ത് ചെയ്യും, വീടൊന്ന് ജപ്തി ചെയ്യും. അല്ലെങ്കിൽ ബൈക്കിൻ്റെ ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യും, ബൈക്ക് കൊണ്ടുപോകും. ഓക്കെ, അതുപോലത്തെ സംഭവം തന്നെയാണ് കോർട്ട് ആൻഡ് ട്രിബ്യൂണൽ. സെക്യൂരിറ്റീനെ എന്ത് ചെയ്യുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇത്തിരി ടഫാണ് അറിയാം. എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ജസ്റ്റ് വായിച്ചിട്ടുണ്ടോ കുറച്ചെങ്കിലും മാർക്ക് സ്കോറൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. എല്ലാം ഒന്നും അത്ര ടഫല്ല, വായിച്ചോ, കുറച്ച് എഴുതാനുണ്ടെന്നുള്ളൂ. ഓക്കെ, ബാലൻസ് എന്ന് പറയുന്നത് ഡിബഞ്ചറാണ്. അപ്പോൾ ഡിബഞ്ചർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ ബോർഡ് എടുക്കാം. ഓക്കെ, ഇതൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, കടപ്പത്രം. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കടപ്പത്രം എന്നാണ്. നമ്മൾ +2 ഡിഗ്രി പഠിക്കുന്നുള്ളൂ അല്ലേ, +2 പഠിച്ചിട്ടുള്ളതാണ് കടപ്പത്രം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയാം. എടാ, ഇതൊരു പേപ്പർ പോലത്തെ ഒരു സംഭവം, ഒരു സർട്ടിഫിക്കറ്റ്, ഒരു പേപ്പറാണ് ഡിബഞ്ചർ. ഓക്കെ, അതായത് ഈ കമ്പനികൾക്ക് ക്യാഷ് ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും, ഈ സാധനം ഉണ്ടല്ലോ, പബ്ലിക് പബ്ലിക് ജനങ്ങളിലോട്ട് എന്ത് ചെയ്യും, ഈ സാധനം ഇഷ്യൂ ചെയ്യും. ഇത് വെറുതെ ഇഷ്യൂ ആണ് ചെയ്യണതല്ല, ഇത് ഇവർ വാങ്ങുന്നതാണ്. അപ്പോൾ ഇത് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, പബ്ലിക് നമുക്ക് തിരിച്ചെന്ത് ചെയ്യും, ക്യാഷ് തരും. ക്യാഷ് തരും. ഇതാണ് നമ്മുടെ കമ്പനി. അപ്പോൾ കമ്പനിക്ക് കാശ് ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യൂടാ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും.
ഇഷ്യൂ ചെയ്യും. അതിന് പകരമായിട്ട് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. ഈ ക്യാഷ് കിട്ടിയാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇയാളെന്ന് പറയണത് ഓണറല്ല, ഒരിക്കലും ഓണർ അല്ല, മറിച്ച് ഇയാളാരാ? ക്രെഡിറ്ററാണ്. ഇത് ക്യാഷ് കിട്ടിയില്ല, ഇതിന് പകരമായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന കാര്യം എന്താ? ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ക്യാഷ് ആവശ്യം വരുമ്പോൾ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഡിബഞ്ചർ ഈസ് എ ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് ആരാ? കമ്പനിയാണ്. ഒരു കോമൺ സീൽ ഉണ്ടാവും കമ്പനിയുടെ. ഇൻസ്ട്രുമെൻറ്റ് റൈസിങ് ബോറോഡ് ക്യാപിറ്റൽ ബൈ ദ കമ്പനി എന്താ? ക്യാപിറ്റൽ ആവശ്യം വരുമ്പോൾ പബ്ലിക്കിൽ നിന്ന് ഇതാക്കും. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്, അല്ലാണ്ട് ഓണേഴ്സ് അല്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആരാ? ഓണേഴ്സ് ആണ്. ദേ ആർ എൻടൈറ്റിൽ ടു റിസീവ്. പബ്ലിക് എന്താണ്? എൻടൈറ്റിൽ റിസീവ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റിസീവ് ചെയ്യുന്നത്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, ടൈപ്സ് ഓഫ് ഡിബഞ്ചർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഞാനിവിടെ ആവശ്യമില്ലാത്തൊക്കെ വായിച്ചു കളയാം. ഓക്കെ, ആവശ്യമില്ലാത്തൊക്കെ വായിച്ചു കളയാൻ. അപ്പോൾ ടൈപ്സ് എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് ഡിബഞ്ചർ ഉണ്ട്. സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിബഞ്ചേഴ്സ്, ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇല്ലേ, ഇവരുടെ കയ്യിൽ എന്തെങ്കിലും കമ്പനിയുടെ അസറ്റുകൾ ഉണ്ടാവും. ഇത് വിറ്റിട്ടായാലും ഇവർക്ക് എന്ത് ചെയ്യുക? ഫണ്ട് റിക്കവർ ചെയ്യുക. അങ്ങനെയുള്ളതിനെ സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറയും. അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? മെച്യൂർഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞില്ലേ? ഇനി അൺസെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല, കൊളാട്രലായിട്ടൊന്നും തന്നെ ഉണ്ടാവില്ല. അതിനെ നേക്കഡ് ഡിബഞ്ചർ എന്ന് പറയാം. ഒന്നും തന്നെ ഇല്ല, നേക്കഡ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ആവശ്യം ഈ സാധനമൊന്നും വേണ്ട, ഈ ഹെഡിങ് ഒന്നും വേണ്ട. ടെസ്റ്റിൽ ഈ ഹെഡിങ് ഒന്നും ഇല്ല. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കൺവേർട്ടബിൾ ഡിബഞ്ചർ. ഇവിടെ കൺവേർട്ടബിൾ ഡിബഞ്ചർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർസിനെ ഡിബഞ്ചറായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന അതിനെ നമുക്ക് എന്ത് പറയാം? കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയാം. ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഫുള്ളി കൺവേർട്ടബിൾ ഉണ്ട്, പാർഷ്യലി കൺവേർട്ടബിൾ ഉണ്ട്. ഫുള്ളി കൺവേർട്ടബിൾ ആണെങ്കിൽ ഫുൾ എമൗണ്ട് നമുക്ക് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പാർഷ്യലി ആണെങ്കിൽ അതിൻ്റെ പോർഷൻ മാത്രമേ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി പോർഷൻ എന്ത് ചെയ്യണം? ഡെപ്റ്റായിട്ട് കീപ്പ് ചെയ്യണം. നോൺ കൺവേർട്ടബിൾ ആണെങ്കിൽ എന്താ? അതിൻ്റെ അർത്ഥം അത് ഇക്വിറ്റി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. എവിടെയാണത്? cannot be ഓക്കെ പറഞ്ഞു. കൺവേർട്ടബിൾ ഇൻ ഇക്വിറ്റി ഷെയർ റെഡീംഡ് ഓൺലി ഇൻ ക്യാഷ് ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ്. ക്യാഷ് വെച്ചിട്ട് മാത്രമേ നമുക്കത് റെഡീം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി അടുത്ത വായിക്കേണ്ടത് ഇത് വായിക്കണം. ഓൺ ദ ബേസിസ് ഓഫ് റിഡംഷൻ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റെഡീമബിൾ ഡിബഞ്ചർ. നമുക്കറിയാം റെഡീമബിൾ, FM പഠിച്ചവരാണെങ്കിൽ അറിയാം റെഡീമബിൾ ഡിബഞ്ചർ. നമുക്ക് പഠിച്ചിട്ടില്ല, നിങ്ങൾ 3rd ഇയറിലാണ്, സോറി മൈ മിസ്റ്റേക്ക്. അപ്പോൾ റെഡീമബിൾ ഡിബഞ്ചർ, റെഡീമബിൾ ഡിബഞ്ചർ ഉണ്ട്. റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഡിബഞ്ചറിൽ എന്താ ഇങ്ങനെ പറയും, 3 വർഷം കഴിഞ്ഞിട്ട് ഈ ഡിബഞ്ചർ റെഡീം ചെയ്യും, അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇറഡീമബിൾ ഡിബഞ്ചറാണ്. ഇനി അതിൽ ഇന്ന ഡേറ്റ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയാം. അതൊരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ അത് റീപേ ചെയ്യും. ഓക്കെ, ഇനി ഇറഡീമബിൾ ആണെങ്കിൽ എന്താ? അത് റീപേ ചെയ്യില്ല. ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ കമ്പനിയിൽ അതെന്താ? റീപേ ചെയ്യില്ല. ഓക്കെ, അടുത്ത വായിക്കേണ്ടത് ഈ റെഡ് വായിച്ചേക്ക്. ഓക്കെ, അടുത്തെന്താ? രജിസ്റ്റേർഡ് ഡിബഞ്ചർ ഉണ്ട്, ബിയർഡ് ഡിബഞ്ചർ ഉണ്ട്. രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിബഞ്ചർ ഹോൾഡറിൻ്റെ നെയിം ആൻഡ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യും? കമ്പനി രജിസ്റ്റർ ആയിരിക്കും. എന്നാൽ ബിയറർ ഡിബഞ്ചർ ആണെങ്കിൽ എന്താ? നെയിം ഓഫ് ദി ഹോൾഡർ രജിസ്റ്റേർഡ് അല്ലായിരിക്കും. ഇതാണ് മെയിൻലി മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബോണസ്. ഓക്കെ, ബോണസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഷെയർസ് ആണ്.
ബോണസ് എന്ന് പറഞ്ഞാൽ എന്താ? ബോണസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഷെയർസ് ആണ്. അത് ആർക്കാണ് കൊടുക്കുന്നത്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. അത് എന്തിൽ നിന്നെടുത്ത് നമുക്ക് കൊടുക്കാം? ഏത് റിസർവുകളിൽ നിന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും? ഫ്രീ റിസർവ് യൂസ് ചെയ്തിട്ട് ഇഷ്യൂ ചെയ്യാം. സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്യാം. ക്യാപിറ്റൽ റിഡംഷൻ, നോ ക്യാഷ് ഇതിൽ ഇൻവോൾവഡ് ആണ്. അത് ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല. കാരണം ഇത് റിവിഷനാണ്. A to Z നിന്ന് പറയാൻ സാധിക്കില്ലല്ലോ ഈ കുറഞ്ഞ നേരം കൊണ്ട്. അപ്പോൾ പഠിച്ചവർക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം, കുറച്ചെങ്കിലും അറിയുന്നവരാണെങ്കിൽ. ഓക്കെ, ഇതൊക്കെ വായിച്ചു നോക്കിയാൽ മതി, വായിക്കാവുന്നതേ ഉള്ളൂ. ബോണസ് ഇഷ്യൂ ചോദിച്ച് കണ്ടുണ്ട്, കുറവാണ്, എന്നാലും ചാൻസ് ഉണ്ട് ചോദിക്കാൻ. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ടായിട്ട് ഈ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും.